മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലാ ഭാരവാഹി പട്ടികയിൽ ക്രിമിനൽ കേസ് പ്രതികളും മരിച്ചയാളും പോക്സോ, സ്ത്രീപീഡനം, പണം തട്ടിപ്പ് കേസുകളിൽ പ്രതികളായവർ ഭാരവാഹി പട്ടികയിൽ കടന്നുകൂടി. പാർട്ടി മുഖപത്രത്തിൽ പ്രസിദ്ധീകരിച്ച ഭാരവാഹി പട്ടികയിലാണ് ഇവരുടെ പേരുകളുള്ളത്. വിവരങ്ങളുമായി എസ് ശ്യാംകുമാർ ചേർന്നു. ശ്യാം, എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ഒരു ക്രിമിനൽ കേസ് പ്രതികൾ ഉൾപ്പെട്ട പട്ടികയായത് മാറിയത്? നേതൃത്വം നൽകുന്ന വിശദീകരണം എന്താണ്? കാശ്മി, എറണാകുളത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായി ബന്ധപ്പെട്ട വലിയ ഗ്രൂപ്പ് തർക്കങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് പുതിയ ഭാരവാഹി പട്ടിക സംസ്ഥാന നേതൃത്വം പ്രസിദ്ധീകരിച്ചത്. അത് ചന്ദ്രികയിൽ, മുസ്ലിം ലീഗിന്റെ മുഖപത്രമായ ചന്ദ്രികയിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഈ പട്ടികയിലാണ് പോക്സോ കേസിൽ 9 മാസം ജയിലിൽ കിടന്നയാളും, സ്ത്രീപീഡന കേസിൽ ജാമ്യത്തിലിറങ്ങിയ ആളും, KMCC ഫണ്ട് തട്ടിപ്പ് കേസിൽ പ്രതിയായ ആളും ഒക്കെ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇത് എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോൾ വീണ്ടും പാർട്ടിക്കുള്ളിൽ ചർച്ചയായിട്ടുണ്ട്. ഏതായാലും ഗ്രൂപ്പ് യുദ്ധം നടക്കുന്ന മുസ്ലിം ലീഗിലാണ് വീണ്ടും ക്രിമിനൽ കേസിലെ പ്രതികളെ മണ്ഡലം സെക്രട്ടറിമാരായും ഭാരവാഹികളായും ട്രഷറർമാരായും ഒക്കെ നിയമിച്ചുകൊണ്ടുള്ള തീരുമാനം സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത് വലിയ വിവാദങ്ങൾക്കും ഇടവെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പോക്സോ കേസിൽ 9 മാസം ജയിലിൽ കിടന്ന ഒരാളെ മണ്ഡലം ട്രഷററായിട്ടാണ് നിയമിച്ചിരിക്കുന്നത്. മറ്റൊരാളെ സ്ത്രീപീഡന കേസിൽ കേസുണ്ടായിരുന്ന ഒരാളെയാണ് മണ്ഡലം സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത്. എങ്ങനെ മുസ്ലിം ലീഗ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരത്തിൽ പീഡന കേസുകളിലും മറ്റ് ക്രിമിനൽ കേസുകളിലും ഉൾപ്പെട്ടവരെ ഭാരവാഹി പട്ടികയിൽ കൊണ്ടുവരാൻ സാധിക്കുന്നു എന്ന വിവാദം ഉയർന്നിട്ടുണ്ട്. ഏതായാലും നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകിയിട്ടില്ല. ഓക്കെ, എസ് ശ്യാംകുമാറാണ്. ഇനിയിപ്പം നേതൃത്വം പറയട്ടെ, എന്തുകൊണ്ടാണ് ഗുരുതര കേസുകളിലൊക്കെ പ്രതിയാവുന്നവർ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാരവാഹി പട്ടികയിലേക്ക് വരുന്നു എന്നുള്ള കാര്യം.